Today we are going to discuss about the topic what is problem solving in psychology. What is the importance of problem solving in psychology? Problem solving activity is a basic part of everyday life. We all know about it, and we are constantly coming up with these problems that need to be solved. And most of the problems involve discrepancies between what we know and what we do not know. And when we solve the problem, we reduce these discrepancies to get at the missing information. It is also an important kind of thinking. തിങ്കിങ് പ്രോസസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് problem solving. It is an important kind of thinking. ഇവിടെ പ്രോബ്ലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് a problem is any conflict or difference between one situation and another. Problem is any conflict or difference between one situation and another. We wish to produce the goal. എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നില്ല, ഇനി അതിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുക. പ്രോബ്ലംസ്. വി ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്സ്. മെനി ഇൻസ്റ്റൻസസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ക്യാൻ ബി കൺസിഡേർഡ് എ ഫോം ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ്. നമുക്കറിയാം ഇതൊരു ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ആണ്. വൺസ് എ പ്രോബ്ലം ഈസ് റെപ്രസെൻറ്റഡ്, നമുക്കറിയാം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ we try out possible solution and test to see if they work. അല്ലേ, നമ്മൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയും നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടോ, ആ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻസ് അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെയ്യുകയും ചെയ്യും. അല്ലേ, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്, ലൈഫ് ഗോസ് ഓൺ. അല്ലേ, നമ്മുടെ മുമ്പിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഇഫ് നോട്ട്, വി റിട്ടേൺ ടു ദ പ്രൊവർബിയൽ ഡ്രോയിങ് ബോർഡ് ടു കം അപ്പ് വിത്ത് ദീസ് ന്യൂ ഐഡിയാസ്. അല്ലേ, പുതിയൊരു ഐഡിയ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കോ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ നമ്മൾ കണ്ടെത്താണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എവരിഡേ ലൈഫിൽ നമുക്ക് വരുന്നൊരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു മെൻ്റൽ പ്രോസസ് ദാറ്റ് പീപ്പിൾ ഗോ ത്രൂ ടു ഡിസ്കവർ, അനലൈസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തണം. അല്ലേ, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ടു ഡിസ്കവർ ദ പ്രോബ്ലം ആൻഡ് we should analyze the problem. What is the causes and consequences of that particular problem? അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. Then we come into the solving process. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ problem can be defined as where there is a need to bridge gap between a current situation and a desired situation. ഇതിനെയാണ് പ്രോബ്ലം എന്ന് പറയുക. നമുക്ക് ആവശ്യം, ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം വേണ്ടത് ഒരു കാറാണ്. ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ആ കാറ് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് വിദ്യാഭ്യാസമാണ് ആവശ്യം. വിദ്യാഭ്യാസം നേടാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. And we must find the solution to get loan from the banks and other sources and to do that particular course. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തും. എന്തൊക്കെ വഴികളാണുള്ളത്, എന്താണ് ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ, അതിൻ്റെ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ പോലെ തന്നെ പ്രോബ്ലം മേ ബി ഡിഫൈൻഡ് ആസ് where there is a need to bridge gap between a current situation and a desired situation. Broadly, 3 തരത്തിലാണ് പ്രോബ്ലംസ് നമുക്കുള്ളതെന്ന് പറയുന്നു. ആ പ്രോബ്ലംസ് എന്താണെന്നുള്ളത്, ഒന്ന് ഡയഗ്നോസ്റ്റിക് പ്രോബ്ലംസ്, ഡിസൈൻ പ്രോബ്ലംസ് ആൻഡ് കണ്ടിജൻസി പ്രോബ്ലംസ്. പ്രോബ്ലംസ് 3 തരത്തിലാണ് ഉള്ളതെന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് വർക്കിംഗ് ഔട്ട് വാട്ട്സ് ഗോൺ റോങ് ആൻഡ് ഫിക്സിങ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കാം. എന്താണ് തെറ്റായി സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ മെഷീൻ ഓർ എ പ്രോസസ് ഈസ് ഇൻ വർക്കിംഗ് പ്രോപ്പർലി ആൻഡ് നീഡ്സ് ടു ബി ഫിക്സ്ഡ് ഓർ ഇംപ്രൂവ്ഡ്. അല്ലേ, ഒരു യന്ത്രം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യണം. കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. നമ്മളിവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്.
So it's very important thing. Diagnostic problems is working out what's gone wrong and fixing it. Design problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈങ് വാട്ട് നീഡ്സ് ടു ബി ഡൺ ആൻഡ് ടു ക്രിയേറ്റ് എ ന്യൂ പ്രോഡക്റ്റ്. ഡിസൈൻ പ്രോബ്ലംസ് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു കാര്യം കണ്ടെത്തണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസണൊക്കെ ഈ പറയുന്ന ഡിസൈൻ പ്രോബ്ലംസിന്റെ ആളുകളാണ്. ആൻഡ് വി മസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ തിങ്സ്, new novel things. And third one, contingency problem. And we must plan the resources and working with others to plan and manage a project such as organizing an event. Contingency problem. For നമുക്ക് problems with personal or emotional relationship are not a problem, although they often make or interesting scenarios. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം, കണ്ടെത്തണം എന്നുള്ളതാണ്. there are 8 steps in problem solving process. നമുക്കറിയാം, we must identify and clarify and exploring the problem. അല്ലേ? അതിന് അനലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം, ക്രിയേറ്റീവ് ആവണം. സ്റ്റെപ്പ് 2 ഈസ് തിങ്കിങ് ഓഫ് വേസ് ടു ടാക്കിൾ ദ പ്രോബ്ലം ആൻഡ് ചൂസിങ് വൺ വേ. സ്കിൽ നീഡഡ്, ക്രിയേറ്റീവ്, അനലിറ്റിക് ആൻഡ് ഇവാലുവേറ്റീവ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. സ്റ്റെപ്പ് 3 ഈസ് പ്ലാനിങ് ആൻഡ് ക്യാരിങ് ഔട്ട് ദ പ്ലാൻ. അല്ലേ? ഒരു പ്ലാൻ എടുത്തു, അത് അനലിറ്റിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കണം. ആൻഡ് സ്റ്റെപ്പ് 4 ഈസ് ചെക്കിംഗ് ടു സീ ഇഫ് ദ പ്രോബ്ലം ഹാസ് ടു ബീൻ സോൾവ്. Reflecting on the problem solving process, reviewing and evaluating. Skill needed, analytical and evaluating. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം, അനലറ്റിക്കൽ സ്കില്ലും ഇവാലുവേറ്റീവ് സ്കില്ലും കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ സ്ലൈഡിലൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സ്ലൈഡിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ we must consider the 4 basic problem solving process. We must consider the 4 basic problem solving processes. അതിലൊന്ന് ട്രയൽ ആൻഡ് എറർ. ക്ലിയർ ആയിട്ട് എഴുതി വെച്ചോളൂ. ട്രയൽ ആൻഡ് എറർ, അൽഗോരിതംസ്, ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്. 4 പ്രോബ്ലം സോൾവിങ് പ്രോസസ്സാണ് നമുക്കുള്ളത്. പ്രോസസ് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ട്രയൽ ആൻഡ് എറർ, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കുള്ളത്. ട്രയൽ ആൻഡ് എറർ, അതിൽ ഞാൻ ട്രയൽ ആൻഡ് എറർ എന്താണെന്നുള്ളത് പറയാം. ട്രയൽ ആൻഡ് എറർ മീൻസ് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളത് ചെയ്തു. ഇപ്പോൾ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം വേണം, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് ഭക്ഷണം വേണം. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും, അതായത് കിട്ടാൻ പറ്റില്ല. ഒരു ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ആ പൂച്ചയുടെ ഭക്ഷണം കിടക്കണേന്നുണ്ടെങ്കിൽ ട്രൈ അവിടെ എറേഴ്സ് സംഭവിക്കും, വീണ്ടും ട്രൈ ചെയ്യും, എറേഴ്സ് വീണ്ടും സംഭവിക്കും, വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും എറേഴ്സ് സംഭവിക്കും. അപ്പോൾ അവന് ഫുഡ് കിട്ടുന്നത് വരെ അവനത് ചെയ്തു. They stretched at the bars, but that did not work. They pushed at the ceiling, but that did not work either. Then they would literally stumble upon the solution and repeat that solution whenever they were in that particular box. ആ പൂച്ച അവിടെ സംഭവിക്കുന്നത്, പൂച്ച അത് വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് അത് കാണാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. നമ്മൾ ഒരു കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാറ് പെട്ടെന്ന് കേടായി, കാർ വിൽ നോട്ട് സ്റ്റാർട്ട്, ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഗെദർ ദ ഇൻഫോർമേഷൻ. ദ കാർ മേ ബി ഔട്ട് ഓഫ് ഗ്യാസ് ഓർ ഡെഡ് ബാറ്ററി.
try a solution, not out of gas, so I will try off the wires. Evaluate the car starts, yeah, car does not start, try another solution. അല്ലേ, കാർ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അനദർ സൊല്യൂഷനിലേക്ക് പോകും. ആൻഡ് as you can imagine, this aimless hit or miss approach is not the most efficient way to proceed. Yes, usually our first response, if possible, however, it is better to take more systematic, planned approach. The solution of problem in a systematic, planned way is guided by rules. കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്, ഇത് വെറുതെ നമ്മൾ ചെയ്ത് നോക്കുന്നതാ. അതായത് ഒരു കാര്യം ചെയ്യാൻ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലോക്ക് വീട്ടിൽ കേടായി, നമ്മൾ ആദ്യം ചെയ്ത് നോക്കും, ആ ബാറ്ററി ഊരി നോക്കും, ബാറ്ററിക്ക് എന്തെങ്കിലും ചാർജ് ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് മാറ്റി നോക്കും. അപ്പോൾ ബാറ്ററി മാറ്റി നോക്കി ആ ക്ലോക്ക് റെഡി ആയി കഴിഞ്ഞാൽ ബാറ്ററി ഒരു പ്രശ്നമാണ്. ഇനി ബാറ്ററി മാറ്റി, നമ്മൾ ബാറ്ററി ആ ക്ലോക്കിൽ കിടന്നിരുന്ന ബാറ്ററി മാറ്റി എന്നുണ്ടെങ്കിൽ എന്നിട്ടും ക്ലോക്ക് ശരിയായില്ല, വി മസ്റ്റ് ട്രൈ ദ അനദർ വേ ടു സോൾവ് ദ പ്രോബ്ലം. ആ ക്ലോക്കിന് എന്താണ് കേട് എന്നുള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ സ്ക്രൂ ഒക്കെ ഊരി, ബാക്കിൽ നിന്ന് സ്ക്രൂ ഒക്കെ ഊരി എടുത്ത് നോക്കും, ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും, എന്തെങ്കിലും വയറോ മറ്റു കാര്യങ്ങളോ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കും. നമ്മൾ എന്നിട്ട് അത് ചെയ്ത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും, എന്തെങ്കിലും പ്രോബ്ലം അത് ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത്. ആൻഡ് ദിസ് type is called, this process is called trial and error method. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഒരു പലതരത്തിലുള്ള സ്ട്രാറ്റജീസ്, പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈസ് trial and error approach to problem solving involves trying a number of different solutions and ruling out those that do not work. This approach can be a good option if you have a very limited number of options available. അല്ലേ, നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അൽഗോരിതം നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ദാറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് എ കറക്റ്റ് സൊല്യൂഷൻ. അതായത് അൽഗോരിതം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സ്റ്റെപ്പിലൂടെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഇഫ് ഫോളോഡ് കറക്റ്റ്ലി, അല്ലേ, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും, അപ്പോൾ അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദീസ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഇഫ് അലൗഡ് കറക്റ്റ്ലി ഗ്യാരണ്ടി എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ദാറ്റ് ഈസ് മെത്തഡോളജിക്കൽ, ലോജിക്കൽ റൂൾ or procedure that guarantees solving a particular problem. A heuristic algorithm is a step-by-step procedure that will always produce a correct solution. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽഗോരിതം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതിന് കൃത്യമായിട്ട് സീരീസ് ഓഫ് ഇൻഫോർമേഷൻ, സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടാവും. ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സീരീസ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാവും. ഒരു മാത്സിൻ്റെ പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ പോയാൽ, ഈ വഴിയിലൂടെ പോയാലേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്, അല്ലേ. ദാറ്റ് ഈസ് അൽഗോരിതം. When an algorithm guarantees an accurate answer, it is not always the best approach to problem solving. എന്നിട്ട് പോലും ഈ പറയുന്ന നമുക്ക് ബെസ്റ്റ് അപ്രോച്ച് ആണെന്ന് അതിനെ പറയാനായിട്ട് സാധിക്കില്ല. അൽഗോരിതം എക്സോസ്റ്റ് ഓൾ പോസിബിലിറ്റീസ് ബിഫോർ അറൈവിങ് അറ്റ് എ സൊല്യൂഷൻ. ദാറ്റ് ടേക്ക് എ ലോങ് ടൈം. കമ്പ്യൂട്ടേഴ്സ് സി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിലൂടെ പോയാലേ, അൽഗോരിതം അനുസരിച്ച് സ്റ്റെപ്സിലൂടെ പോയാലേ നമുക്ക് വി മേ അറൈവ് ദ കറക്റ്റ് സൊല്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ദാറ്റ് ഈസ് അൽഗോരിതം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സ് അവിടെ അൽഗോരിതത്തിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് ഹ്യൂറിസ്റ്റിക്, ദാറ്റ് മീൻസ് ഒരു മെൻ്റൽ റോളാണ്, എൻ്റെ റൂൾ ഓഫ് തം സ്ട്രാറ്റജി ദാറ്റ് മേ ഓർ മേ നോട്ട് വർക്ക് ഇൻ സർട്ടൻ സിറ്റുവേഷൻ. അല്ല, ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ശരിയാവാം, പക്ഷെ ശരിയാവാതിരിക്കാം. ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസി ഫോർ അസ് ടു യൂസ് സിമ്പിൾ പ്രിൻസിപ്പിൾ ടു അറൈവ് അറ്റ് സൊല്യൂഷൻ ടു പ്രോബ്ലം, അല്ലേ. നമ്മുടെ സൈക്കോളജിയിലെ ലെറ്റേഴ്സ്, സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, SPLOYOCHYG അങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കാം. എന്നിട്ടത് that is unscramble the letters of psychology to form a word. Using an algorithm approach would take ഏകദേശം
ഒരുപാട് പോസിബിലിറ്റീസ് അതിലൂടെ ഉണ്ട്. പക്ഷേ ഹ്യൂറിസ്റ്റിക്സ് ആർ സിമ്പിൾ തിങ്കിങ് സ്ട്രാറ്റജീസ് ദാറ്റ് ഓഫൺ അലോ us ടു മേക്ക് ജഡ്ജ്മെൻറ്റ്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. മേക്ക് ജഡ്ജ്മെൻറ്റ് and solve problem efficiently. That is speedier but more error prone than algorithm. For forming a word from the letters, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ലെറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഒരു വേർഡ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ പുട്ടിങ് വൈ അറ്റ് ദ എൻഡ്, സീ ഇഫ് ദ വേർഡ് സ്റ്റാർട്ട്സ് ടു മേക്ക് സെൻസ്. അല്ലേ, വൈ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഇതാ എന്താണ് ഒരു ഇതെന്നുള്ളത്. ആൻഡ് ഹ്യൂറിസ്റ്റിക്സ് ആർ ദ സ്ട്രാറ്റജീസ് ഓർ അപ്രോച്ചസ് ടു എ പ്രോബ്ലം ദാറ്റ് ആർ യൂഷ്വലി ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മളിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ വേർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ദാറ്റ് ലീഡ്സ് ടു എ സൊല്യൂഷൻ. അത് പെട്ടെന്ന് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ അതൊരിക്കലും സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡു നോട്ട് ഗ്യാരണ്ടി ദ സക്സസ്. വൺസ് കോമൺ ഹ്യൂറിസ്റ്റിക് ഇസ് ബ്രേക്കിംഗ് എ ലാർജർ പ്രോബ്ലം ഡൗൺ ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലം വിച്ച് വെൻ സോൾവ് will lead to a solution to the overall larger problem. And solution to that particular problem depends to a large degree on choosing good heuristic rules. ആ റൂൾ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ റൂൾ ഓഫ് തം സ്ട്രാറ്റജി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഒരു അപ്രോപ്രിയേറ്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ഹ്യൂറിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. The hindering effect of habit on such a problem solving are discussed in some length. Heuristic strategy for hill climbing and it's a problem. അതായത് നമ്മളൊരു മല കയറണം എന്നുണ്ടെന്നാണ് ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ടു ഗോൾ ഗൈഡ് സെർച്ച്. ലോക്കൽ വേഴ്സസ് ഗ്ലോബൽ മാക്സിമം സംടൈംസ് മേ നോട്ട് അച്ചീവ് സൊല്യൂഷൻ. അല്ലെ, ഒരു ലോക്കൽ മാക്സിമം ഞാൻ അതിൻ്റെ പിക്ചർ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അങ്ങനെയാണ് ഹ്യൂറിസ്റ്റിക്. അതായത് സ്വാഭാവികമായിട്ടും ഒരു മെൻ്റൽ റൂൾ ഓഫ് തം, സിമ്പിൾ മെൻ്റൽ റൂൾ ഓഫ് തം സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക്സിൽ നമ്മൾ പറയാം. നെക്സ്റ്റ് ഈസ് ഇൻസൈറ്റ്. In some cases, the solution of a problem can appear as a sudden insight. According to researchers, insight can occur because you realize that the problem is actually similar to something that you have dealt with in the past. അല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം മുമ്പ് എപ്പോഴോ സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. That is, insight involves sudden novel realization of a solution of a problem. സ്വാഭാവികമായിട്ടും അത് മനുഷ്യരിലും മൃഗങ്ങളിലും ഉണ്ടാവാം. അപ്പോൾ that is actually similar to something that you have dealt with the past, but in almost cases the underlying mental processes that leads to insight എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് എപ്പോഴോ ഈ പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു ചിന്ത. ദാറ്റ് ഈസ് ഇൻസൈറ്റ്. ഹോപ്പ് യു ക്ലിയർ. Problem solving is not a flawless process. There are a number of different obstacles that can interfere with our ability to solve a problem quickly or efficiently. അല്ലേ, ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയായിരിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഒബ്സ്റ്റക്കിൾസ് എന്നുള്ളതാണ്. ഒന്ന്, ഇതിൽ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷണൽ ഫിക്സഡ്നെസ്, ദാറ്റ് ഈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം, ഫിക്സേഷൻ ഇനേബിലിറ്റി ടു സീ എ പ്രോബ്ലം ഫ്രം എ ഫ്രഷ് പെർസ്പെക്റ്റീവ്. അല്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റാത്ത ആളുകൾ. ഇനേബിലിറ്റി ടു സീ എ പ്രോബ്ലം ഫ്രം എ ഫ്രഷ് പെർസ്പെക്റ്റീവ് ആൻഡ് that is impediment to problem solving. ആ ഫിക്സേഷനെയാണ് നമ്മൾ പറയുക. രണ്ട് തരത്തിൽ ആ ഫിക്സേഷനെ പറയാം. മെൻ്റൽ സെറ്റ്, അതുപോലെ തന്നെ ഫങ്ഷണൽ ഫിക്സഡ്നെസ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് മെൻ്റൽ സെറ്റ് ആൻഡ്
ഫങ്ഷണൽ ഫിക്സഡ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. മെൻ്റൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു അപ്രോച്ച് എ പ്രോബ്ലം ഇൻ എ പർട്ടിക്കുലർ വേ, എസ്പെഷ്യലി എ വേ ദാറ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ ദ പാസ്റ്റ്. നമ്മൾ മുമ്പ് ഒരേ പ്രോബ്ലംസ്, ആ പ്രോബ്ലം അതുപോലെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തത് ആ എക്സ്പീരിയൻസ് വെച്ച് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. മെൻ്റൽ സെറ്റ് അങ്ങനെയാണ്. നമ്മുടെ മെൻ്റൽ സെറ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം മുമ്പ് വന്നപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അത് ചെയ്തത്. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിക്സേഷൻ. ഇനി ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു വ്യൂ പ്രോബ്ലംസ് ഓൺലി ഇൻ ദെയർ കസ്റ്റമറി മാനർ. ദാറ്റ് മീൻസ് ടെൻഡൻസി ടു തിങ്ക് ഓഫ് ദ ഓൺലി ഫെമിലിയർ ഫങ്ഷൻസ് ഫോർ ഒബ്ജക്ട്സ്. അല്ലേ, നമുക്ക് വേറിട്ടൊരു ചിന്താഗതിയിലൂടെ, വേറിട്ടൊരു പരീക്ഷണത്തിലൂടെ അത് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അത് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണ്. നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്: ഫിക്സേഷനും മെൻ്റൽ ഫിക്സഡ്നെസ്സും ഫങ്ഷണൽ ഫിക്സഡ്നെസ്സും. മെൻ്റൽ സെറ്റും ഫങ്ഷണൽ ഫിക്സഡ്നെസ്സും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അതായത് മൂന്നാമത്തെ ഒബ്സ്റ്റക്കിളാണ് യൂസിങ് ആൻഡ് മിസ്യൂസിങ് ഹ്യൂറിസ്റ്റിക്സ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ ഹ്യൂറിസ്റ്റിക്സ്, എസ്പെഷ്യലി 2 kinds of heuristics have been identified by cognitive psychologists. ഒന്ന് റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ. റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ judging the likelihood of things or objects in terms of how well they seem to represent or match a particular prototype. ഒന്നുകൂടി ഞാൻ പറയാം. Judging the likelihood of things or objects in terms of how well they seem to represent or match a particular prototype. ഇനി availability heuristics. Why does our availability heuristics lead us astray? Whatever increases the ease of retrieving information increases its perceived availability. That is availability heuristics. ഹ്യൂറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 2 തരത്തിലുള്ള ഇതായിട്ട് പറയാം. 2 kinds of heuristics, representative heuristics and availability heuristics. നാലാമത്തെ ഒബ്സ്റ്റക്കിൾ പ്രധാനമായിട്ടും പറയാം ഓവർ കോൺഫിഡൻസ് ആണ്. അല്ലേ, നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാം. ദാറ്റ് ഈസ് കൺഫർമേഷൻ ഓഫ് ബിലീവ്സ് ആൻഡ് നേക്ക് ഓഫ് എക്സ്പ്ലെയിനിങ് ഫെയിലിയേഴ്സ് ഇൻക്രീസസ് അവർ ഓവർ കോൺഫിഡൻസ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ഓവർ എസ്റ്റിമേറ്റ് ദ ആക്യുറസി ഓഫ് വൺസ് ബിലീവ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അല്ലേ, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓവർ കോൺഫിഡൻസ് വരാം. സോ ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഇൻ പ്രോബ്ലം സോൾവിങ് പ്രോസസ്. ഇനി എക്സാഗ്രേറ്റഡ് ഫിയർ. ഞാൻ ഈ സ്ലൈഡിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. എക്സാഗ്രേറ്റഡ് ഫിയർ opposed to our confidence in our tendency for exaggerated fear about how thing may happen. അല്ലേ, നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ ഒരു ഫിയർ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരാം. എക്സാഗ്രേറ്റഡ് ഫിയർ അതും ഒരു പരിധി വരെ പ്രോബ്ലം സോൾവിങ്ങിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് 6 ഫ്രെയിമിംഗ് ഡിസിഷൻ. ഹൗ ആൻ ഇഷ്യൂ ഈസ് ഫ്രെയിംഡ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട് ഡിസിഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അല്ലേ, ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഫ്രെയിം എങ്ങനെയാണ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിസിഷൻസ് വരുന്നത്. അതുപോലെ നമ്മുടെ വിശ്വാസം, ബിലീഫ്, ദ ടെൻഡൻസി ഫോർ വൺസ് പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ് ടു ഡിസ്റ്റോർട്ട് ലോജിക്കൽ റീസണിങ് സംടൈംസ് ബൈ മേക്കിംഗ് ഇൻവാലിഡ് കൺക്ലൂഷൻ. നമ്മുടെ വിശ്വാസം, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ വിശ്വാസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലം സോൾവിങ്ങിനെ അത് ബാധിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് ഫങ്ഷണൽ ഫിക്സഡ്നെസ് നമ്മൾ പറഞ്ഞു. ഫങ്ഷണൽ ഫിക്സഡ്നെസ് പ്രിവെൻറ്റ്സ് പീപ്പിൾ ഫ്രം ഫുള്ളി സീയിങ് ഓൾ ഓഫ് ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ദാറ്റ് മൈറ്റ് ബി അവൈലബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. നമുക്കറിയാം, ഒരു പ്രശ്നത്തെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഉണ്ടെങ്കിൽ. ഇറലവൻറ്റ് ഓർ മിസ്ലീഡിങ് ഇൻഫോർമേഷൻ. When you are trying to solve a problem, it is important to distinguish between information that is relevant to the issue and irrelevant data that can be lead to faulty solution. അല്ല, ഇറലവൻറ്റ് അത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇഷ്യൂസ്
സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെൻ എ പ്രോബ്ലം ഈസ് വെരി കോംപ്ലക്സ്, the easier it becomes focus on the misleading or irrelevant information. And assumption, when dealing with a problem, people often make assumptions about the constraint obstacles that prevent certain solution. പിന്നെ നമ്മൾ പറഞ്ഞത് മെൻ്റൽ സെറ്റാണ്. ലെവൽസ് നമുക്ക് വേണമെന്നില്ല. നെക്സ്റ്റ് ഈസ് പ്രോബ്ലം സ്പേസസ്. പ്രോബ്ലം സ്പേസസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞു. ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇൻഡക്റ്റീവ് റീസണിങ് എന്താണെന്നുള്ളത് സംസാരിച്ചു. ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ഷേപ്പിങ്ങും അതുപോലെ പ്രോബ്ലം സ്പേസസും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് മീ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഇത് വളരെ നന്നായിട്ട് വായിച്ച് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.